കണ്ണൂരിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു. നിതിൻ പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് കരഞ്ഞുകൊണ്ടിറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളും സാക്ഷിമൊഴിയുമാണ് പോലീസിന് ലഭിച്ചത്. കോളേജിലെ അധ്യാപിക ലതാ ശശിധരൻ നിതിനെതിരെ പ്രിൻസിപ്പലിന് പരാതി നൽകിയിരുന്നു. ലോൺ ആപ്പിൽ റഫറൻസായി അധ്യാപികയുടെ നമ്പറാണ് നൽകിയിരുന്നത്. ഡോക്ടർ റാമിൽ നിന്നുണ്ടായ അധിക്ഷേപത്തിനൊപ്പം ലോൺ ആപ്പിന്റെ ഭീഷണിയും നിതിനെ മാനസിക സമ്മർദ്ദത്തിലാക്കിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. നിതിൻ രാജിന്റെ മരണത്തിലേക്ക് നയിച്ചത് 3 കാര്യങ്ങളാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അധ്യാപകരിൽ നിന്ന് നേരിട്ട ജാതി വിവേചനത്തിനൊപ്പം ലോൺ ആപ്പുകാരുടെ സമ്മർദ്ദവും പ്രിൻസിപ്പലും അധ്യാപകരും നടത്തിയ ചോദ്യം ചെയ്യലുമാണ് നിതിനെ സമ്മർദ്ദത്തിലാക്കിയത്. മാർച്ച് ആദ്യമായിരുന്നു അധ്യാപകനായ ഡോക്ടർ AK റാമിൽ നിന്നുള്ള പീഡനം നേരിട്ടത്. അധ്യാപികയായ ലതാ ശശിധരന്റെ ഗ്യാരണ്ടിയിൽ ലോൺ ആപ്പിൽ നിന്നും 14,000 രൂപയോളം നിതിൻ വായ്പയെടുത്തിരുന്നു. തിരിച്ചടവുമായി ബന്ധപ്പെട്ട് കടുത്ത സമ്മർദ്ദം നിതിനും അധ്യാപികയ്ക്കും നേരിടേണ്ടി വന്നു. മരിക്കുന്നതിന് മുൻപത്തെ ദിവസം നിതിന് ലോൺ ആപ്പുകാരിൽ നിന്ന് 98 ഫോൺ വിളിയും അധ്യാപികയ്ക്ക് 26 വിളികളും ലഭിച്ചു. ഇതോടെയാണ് അധ്യാപിക വിഷയം പ്രിൻസിപ്പലിനോട് പറയുന്നത്. മരിക്കുന്നതിന് തൊട്ടു മുൻപ് അധ്യാപികയും നിതിനും പ്രിൻസിപ്പലിന്റെ മുറിയിലെത്തി. പ്രിൻസിപ്പൽ നിതിന്റെ ഫോൺ വാങ്ങിച്ചതിന് പിന്നാലെ ഇതാണ് അവസാന കാരണമെങ്കിലും സ്ഥാപനത്തിൽ നിന്നുണ്ടായ പീഡനത്തെയും പോലീസ് കുറച്ചു കാണുന്നില്ല. വിവാദങ്ങൾ രൂക്ഷമാകുന്നതിനിടെയാണ് ഡോക്ടർ റാമിന്റെ ചിറക്കുനിയിലെ ക്ലിനിക്കിലേക്ക് DYFI പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ക്ലിനിക്ക് പുതിയ താഴിട്ട് പൂട്ടിയ പ്രവർത്തകർ അംബേദ്കറുടെ ചിത്രവും പതിച്ചു. നിതിന്റെ മരണം കേരളത്തിന് അംഗീകരിക്കാനാകാത്തതാണെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. കേരളം നിതിൻ രാജിന്റെ കുടുംബത്തിനൊപ്പമാണെന്നും മുഖ്യമന്ത്രി FB പോസ്റ്റിൽ വ്യക്തമാക്കി. മീഡിയ 1 കണ്ണൂർ.